നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൽ സ്റ്റാർട്ടിംഗ് ട്രബിൾ, അതായത് രാവിലെ മാത്രം ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ കാണിക്കുന്നുണ്ട്, പക്ഷേ കുറേ കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വാഹനം ഓടിച്ചതിനൊക്കെ ശേഷം പിന്നെ നോക്കുമ്പോൾ അത് കാണിക്കുന്നില്ല. ശരിക്കും ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്? ഒരു പെട്രോൾ വാഹനത്തിൻ്റെ കാര്യമാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് അനസ് അബ്ദുൾ സലാമാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: എൻ്റെ സ്വിഫ്റ്റ് 2017 VXi പെട്രോള് തണുത്ത് കിടക്കുമ്പോൾ ലോങ് ക്രാങ്കിങ്ങിൽ മാത്രമേ സ്റ്റാർട്ട് ആകുന്നുള്ളൂ. ലോങ് ക്രാങ്കിങ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലാത്ത ആൾക്കാർക്ക്, നമ്മൾ വാഹനത്തിൻ്റെ താക്കോല് തിരിക്കുന്ന സമയത്ത് എഞ്ചിൻ കറങ്ങുന്നതിനെയാണ് ക്രാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ലോങ് ക്രാങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം കറങ്ങിയതിന് ശേഷം മാത്രമേ ഈ വാഹനം സ്റ്റാർട്ട് ആവുന്നുള്ളൂ. വണ്ടി ചൂടായി ഓഫ് ചെയ്തിട്ട് ഉടനെ സ്റ്റാർട്ട് ചെയ്താൽ നോ പ്രോബ്ലം. ടെക്നീഷ്യൻ പറഞ്ഞതനുസരിച്ച് ഫ്യൂൽ പമ്പ് മാറ്റി, ബട്ട് സെയിം ഇഷ്യൂ അഗെയിൻ. ബാറ്ററി ചേഞ്ച് ചെയ്തു, ബട്ട് സെയിം ഇഷ്യൂ. ബട്ട് കീ ഇട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചില സമയത്ത് പെട്രോള് തള്ളി വരുന്നില്ല. മൊത്തം 4 സ്ഥലത്ത് കാണിച്ചു, ബട്ട് സെയിം ഇഷ്യൂ സ്റ്റിൽ. എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരാമോ ആരെങ്കിലും? താങ്ക്സ്. ഏതായാലും നല്ലൊരു ചോദ്യമാണ്. കാരണം ഈ ഒരു ചോദ്യം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുന്നത്, ഒരു 4 സ്ഥലത്തോളം കൊണ്ട് ഈ ഒരു വാഹനം കാണിച്ചിട്ട് റെഡിയാകാതെ വരുന്ന ഒരാളുടെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 2017 മോഡലാണ് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇതിനകത്ത് ഫ്യൂവൽ പമ്പ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, ബാക്കി ഫിൽറ്റേഴ്സൊക്കെ ചേഞ്ച് ചെയ്ത് കാണും. ഏതായാലും എൻ്റെ ഒരു സംശയമാണ് ഞാൻ പറയുന്നത്. കാരണം ഈ ഒരു മോഡൽ വാഹനങ്ങൾക്ക് കാണിച്ചിട്ടില്ലെങ്കിൽ പോലും ഏകദേശം 2016 വരെയുള്ള വാഹനങ്ങൾക്ക് നമുക്ക് ഫേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ക്രാങ്കിങ് കാണിക്കുന്നത് ഫ്യൂവൽ ഇഞ്ചക്ടറിൻ്റെ പ്രശ്നം കൊണ്ട് കാണിച്ച ഒരു ഹിസ്റ്ററി നമുക്കുണ്ട്. അതായത് ഫ്യൂവൽ ഇഞ്ചക്ടറിനകത്ത് എന്തെങ്കിലും രീതിക്ക് ഈ പറയുന്ന പോലെ എന്താ പറയുക ബ്ലോക്ക് ആവുകയോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ അവിടെ ഫ്യൂവൽ ചെല്ലാതെ വരികയൊക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് തണുത്തിരിക്കുന്ന സമയത്ത് അതിനകത്തൊരു സോളിനോയിഡ് ഉണ്ട്, ഇത് വർക്കാകാതെ വരുന്നുണ്ടോ, എന്തോ പ്രശ്നം കൊണ്ട് വാഹനം സ്റ്റാർട്ട് ആകാനുള്ള ബുദ്ധിമുട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതിനകത്ത് 4 ഇഞ്ചക്ടേഴ്സാണ് വരുന്നത്, അതായത് ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സാണ് വരുന്നത്. ഈ 4 ഇഞ്ചക്ടേഴ്സിൽ ഏതാണ് പോയെന്ന് ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരും. കാരണം ഓരോന്ന് എടുത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ പ്രോബ്ലം കാണിക്കുന്നില്ല. നമ്മൾ പറഞ്ഞ പോലെ ചൂടായി കഴിയുമ്പോഴത്തേക്കും കാണിക്കത്തില്ലെന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ പ്രോബ്ലം കാണിക്കണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ 4 ഇഞ്ചക്ടർ ഒന്ന് മാറി വെച്ചൊന്ന് ഓടിച്ച് നോക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഏതായാലും ഇത്രയും കോസ്റ്റ് ബെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഫ്യൂവൽ പമ്പ് വരെ മാറാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇഞ്ചക്ടർ ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കുക എന്ന് ഞാൻ പറയത്തുള്ളൂ. അതിന് മുമ്പ് ഫ്യൂവൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. ഇൻക്ലൂഡിങ് സ്പാർക്ക് പ്ലഗ്, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മാറിയിട്ടുണ്ടോ, അവിടെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഏതെങ്കിലും സ്പാർക്ക് പ്ലഗിൻ്റെ മേളിൽ ഇത് പിടിക്കുന്നുണ്ടോ, അതായത് ഏതെങ്കിലും പ്ലഗ് ഷോർട്ട് ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ഏതെങ്കിലും, അതായത് ഈ 4 സിലിണ്ടറിൽ ഏതെങ്കിലും പ്ലഗ് ഷോർട്ട് ആകുന്നുണ്ടോ ഇല്ലെന്ന് അഴിച്ച് നോക്കുക. അങ്ങനെ ഏതെങ്കിലും ഒരു പ്ലഗ് മാത്രം ഷോർട്ട് ആകുന്നുണ്ടെങ്കിൽ അതൊന്ന് മസ്റ്റായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. ഈ കാര്യങ്ങളൊന്നും പ്രശ്നമില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫ്യൂവൽ ഇഞ്ചക്ടർ ഒന്ന് ജസ്റ്റ് റീപ്ലേസ് ചെയ്ത് നോക്കുക. ഇഞ്ചക്ടർ മാറിക്കഴിഞ്ഞാൽ ഒരു 90% എൻ്റെ ഒരു വിശ്വാസം ഈ പ്രോബ്ലം തീരും എന്ന് തന്നെയാണ്. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ, എനിക്ക് ഈ വാഹനത്തിൻ്റെ ഹിസ്റ്ററി അറിയത്തില്ല, പക്ഷേ ഈ പറഞ്ഞൊരു കാര്യം കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. മിക്കവാറും ഒരു 90% ഇത് റെഡിയാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.